ബി ജയരാജ്, പിന്തുണ കൊടുക്കുമെന്ന് പറയുന്ന പാർട്ടിയോട് പിന്തുണ വേണ്ട എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെ പറയുന്ന രാഷ്ട്രീയ നൈതികത അത് മറ്റ് മുന്നണികൾ കാണിക്കുന്നുണ്ടോ, മറ്റു രാഷ്ട്രീയ പാർട്ടി കാണിക്കുന്നുണ്ടോ എന്നൊക്കെ കോൺഗ്രസിന് ചോദിക്കാം. കഴിഞ്ഞ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സമയത്തും വെൽഫെയർ വിഷയം ഇടതുപക്ഷം വലിയ ചർച്ചയാക്കിയതാണ്. അത് വർഗീയ കക്ഷികളുമായി കൂട്ടുചേരുന്നു എന്ന് പറഞ്ഞ് CPM വലിയ പ്രചാരണം നടത്തി. പക്ഷേ അതൊന്നും ഇടതുപക്ഷത്തിന് ഗുണമായില്ല. സ്വാഭാവികമായിട്ടും ഈ പ്രചരണം കൊണ്ട് UDF-ന് ദോഷവും ഉണ്ടായില്ല. ഇതായിരിക്കുമോ ആത്മവിശ്വാസം? അങ്ങനെയല്ല. ഇതിപ്പോൾ ഒരു പാർട്ടിയുടെ പിന്തുണ ഇലക്ഷൻ സമയത്ത് പിന്തുണ വേണം എന്നൊക്കെ പറയുമ്പോൾ ആരെങ്കിലും നിരുപാധികമായ, റജി പറഞ്ഞതുപോലെ നിരുപാധികമായ പിന്തുണയൊക്കെ നൽകുമ്പോഴേ എനിക്കിത് എക്കോ വീണ്ടും കേൾക്കുന്നു കേട്ടോ പറയുന്ന കാര്യം. അത് കറക്റ്റ് ചെയ്യാൻ തോന്നുന്നു. ഡോക്ടർ ബി ജയരാജ് പറയാൻ കഴിയുമെങ്കിൽ ഒന്നുകൂടെ നോക്കൂ. അപ്പോൾ ഓക്കെ, ഇതിനകത്തുള്ള ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഇത് എലക്ഷന് 30 സ്ഥലത്ത്, ഇപ്പം മലപ്പുറത്ത് 30 സ്ഥലത്ത് പരസ്യമായ UDF-ന്റെ കാൻഡിഡേറ്റായിട്ട് വന്നത് വെൽഫെയർ പാർട്ടിയുടെ ആളുകളാണ്. അത് മലപ്പുറത്ത് മാത്രമല്ല, ഞാൻ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഓരോ സ്ഥലങ്ങളുടെ പേരുകൾ. 30 മാത്രമല്ല, കോഡൂര് റഷീദ് അലി ശിഹാബ് തങ്ങളാണ് പരസ്യം, അദ്ദേഹത്തിൻ്റെ വീഡിയോ ഒക്കെ പ്രചരിക്കുന്നുണ്ട്, പരസ്യമായ വെൽഫെയർ പാർട്ടിയുടെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടത്. അതുപോലെ വെട്ടത്തും കൊണ്ടോട്ടിയിലും പല നഗരസഭകളിലും ലീഗ് നേതാക്കൾ രാജിവെച്ചു ഇതിൻ്റെ പേരിൽ. പൊന്മുണ്ടത്ത്, കൂടിക്കലായിൽ, ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലങ്ങളിൽ വെൽഫെയർ പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ UDF പാനലിൽ വന്നു കഴിഞ്ഞു. ഇപ്പോൾ ഇതിനകത്ത് കാണേണ്ടത് ഒരു കാഴ്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉത്തർപ്രദേശിലും ബീഹാറിലും കോൺഗ്രസിൻ്റെ കൂടെ നിന്ന ന്യൂനപക്ഷം പൂർണ്ണമായിട്ടും കോൺഗ്രസിനെ ഒഴിവാക്കി. മൃദു ഹിന്ദുത്വ സമീപനം നടത്താമെന്ന് വെച്ചിട്ട് അതും നടക്കുന്നില്ല. അപ്പോൾ ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും മാറി മാറി പ്രീണിപ്പിച്ച് ഇവർ അപകടകരമായൊരു കളിയാണ് കളിക്കുന്നത്. കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ അവർ ഇതുപോലെയുള്ള ജമാഅത്തെ ഇസ്ലാമി പോലുള്ള മതരാഷ്ട്രവാദികളെ പിന്തുണ കൊടുക്കുക എന്ന് പറഞ്ഞാൽ, പിന്തുണ സ്വീകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് RSSന് വളരാനായിട്ട് ഒരു വളക്കൂറുള്ള മണ്ണായിട്ട് കേരളത്തിൻ്റെ സെക്യുലർ ഫാബ്രിക്കിനെ വലിച്ചു കീറുന്ന ഒരു പണിയാണ്. ഇവർക്ക് ഡെസ്പറേറ്റ്ലി നീഡ് ഓഫ് പവർ. ആ പവർ ക്രേസി ആയിട്ടുള്ള കോൺഗ്രസ് എന്ത് വൃത്തികേടും കാണിക്കും എന്നുള്ളതിൻ്റെ, അത് പാലക്കാട് കാണിച്ചിരുന്നു, അത് നിലമ്പൂര് കാണിച്ചിരുന്നു, അത് ഇനി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെ എത്ര നിഷ്കളങ്കമായിട്ടാണ് ശ്രീ റജി ഇവിടെ പറഞ്ഞത്. ആരെങ്കിലും വോട്ട് തന്നാൽ വേണ്ട, വോട്ട് തന്നാൽ വേണ്ട, അത്തരം കാര്യങ്ങളൊക്കെ ആർജവത്തോടെ പറയാൻ ഇടതുമുന്നണിക്ക് മാത്രമേ കഴിയൂ. ഞങ്ങൾക്ക് RSSന്റെ വോട്ട് വേണ്ട, ഞങ്ങൾക്ക് ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വേണ്ട, ഞങ്ങൾക്ക് SDP-യുടെ വോട്ട് വേണ്ട എന്നൊക്കെ പറയണമെങ്കിൽ അതിനൊരു പൊളിറ്റിക്കൽ സ്റ്റാൻഡ് വേണം. അത് ഇടതുപക്ഷത്തിന് മാത്രമേ കേരളത്തിൽ കഴിയൂ. കോൺഗ്രസ് അങ്ങനെ ഒരു പാർട്ടിയാണ്. അതുകൊണ്ട് നമ്മൾ അങ്ങനെ അവരെ ഡിമാൻഡ് ചെയ്യുന്നില്ല. പക്ഷേ അങ്ങനെയല്ലല്ലോ, ഇത് UDF-ന്റെ യോഗങ്ങളിൽ അവരുടെ പ്രഖ്യാപിത കാൻഡിഡേറ്റായിട്ട് വരികയാണ്. പ്രഖ്യാപിത കാൻഡിഡേറ്റായിട്ട് വെൽഫെയർ പാർട്ടിയുടെ ആളുകൾ, അതിൻ്റെ പേരിൽ UDF-ന്റെ പല ഘടകകക്ഷിയിൽപ്പെട്ട പല ആളുകൾ രാജിവെച്ച് പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടന്ന കഴിഞ്ഞ വിജയത്തിന് ശേഷം ഏറ്റവും ആദ്യം വിജയം പ്രഖ്യാപിക്കുന്നതിന് മുമ്പേ തന്നെ പ്രചരണം നടത്തിയത്, ആഹ്ലാദ ആരവം നടത്തിയത് SDPI-കാരനാണെന്നുള്ള കാര്യം മറക്കരുത്. ഇങ്ങനെ ഈ മതേതര ഫാബ്രിക് നശിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം നടന്ന് കേരളത്തിനെ വലിയ ഒരു രീതിയിലേക്ക്, ഒരു കെണിയിലേക്കാണ് കോൺഗ്രസ് കൊണ്ടുവന്നത്. അവർക്ക് ദേ മേ ബി ഡിസ്പറേറ്റ്ലി നീഡ് ഓഫ് പവർ. അതിനു വേണ്ടിയിട്ട് എത്ര വൃത്തികേടിൻ്റെ അങ്ങേയറ്റം വരെ പോകാം. അങ്ങനെ ഹുക്ക് ഓർ ക്രുക്ക് അധികാരത്തിലെത്തുക, അല്ലെങ്കിൽ അധികാരത്തിനുള്ള കുറുക്ക് വഴികൾ നോക്കി രക്ഷപ്പെടാൻ ശ്രമിക്കുക എന്നുള്ള ഒരു തന്ത്രമാണ് കോൺഗ്രസ് പയറ്റുന്നത്. അത് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയുന്നതിനെയും കോൺഗ്രസ് അങ്ങ് നെഗ്ലിജിബിൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൻ്റെ സ്ഥാനം ഈ ഗെയിം കളിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് ചരിത്രത്തിൻ്റെ ചവറ്റുകുട്ടയിലായിരിക്കും എന്ന് പറയുന്നതിനകത്ത് എനിക്ക് യാതൊരു മടിയില്ല. അത് ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട് വളരെ പ്രഖ്യാപിതമായ രീതിയിൽ. ഇപ്പോൾ തന്നെ ഈ പറഞ്ഞത് നമുക്ക് ക്ഷേമ പെൻഷൻ നടപ്പിലാക്കുക, അതിനെതിരെ കേസ് കൊടുക്കാനായിട്ട് പോകുന്നു. ആ സമയം ബീഹാറിൽ നമ്മൾ കണ്ടതാണ്, 10,000 രൂപ വെച്ചിട്ട് എല്ലാ 1.25 കോടി വോട്ടർമാർക്ക് നൽകിയതും, ജനുവരിയിൽ 20,000 രൂപ വെച്ചിട്ട് ഓരോരുത്തർക്കും നൽകുമെന്നൊക്കെ പറഞ്ഞിട്ട് ഫ്രീബീസ് കൊടുത്തിട്ട് ചെയ്യുന്ന സ്ഥലത്ത് ഇവിടെ കൊടുക്കാനുള്ള 2 മാസത്തെ കുടിശ്ശികയും പിന്നെ ഈ 5 വർഷത്തിന് മുമ്പ് കൊടുത്ത ഈ 2,500 ആക്കും എന്നുള്ളൊരു വാഗ്ദാനവും ഇത് ചെയ്യുമ്പോൾ അത് ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ടാണെന്നൊക്കെയുള്ള രീതിയിൽ പ്രചരണം നടത്തുന്ന കോൺഗ്രസ്, അതിനെതിരെ കോടതിയിൽ പോകാൻ ശ്രമിക്കുന്ന കോൺഗ്രസ്, ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സുകാരുടെ ഈ കള്ളത്തരം ജനങ്ങൾ തിരിച്ചറിയുകയും അവരുടെ ഈ മൃദുഹിന്ദുത്വ സമീപനവും അതിനോടൊപ്പം തന്നെ ന്യൂനപക്ഷത്തിൻ്റെ വക്താക്കളാണ് തങ്ങളെന്ന് പറയുകയും ഒരു ചെറുവിരൽ പോലും ന്യൂനപക്ഷ ആക്രമണങ്ങൾ നടക്കുമ്പോൾ, ന്യൂനപക്ഷങ്ങൾക്കെതിരെ ആക്രമണം നടത്തുമ്പം ഒരു ചെറുവിരൽ പോലും അനക്കാത്ത കോൺഗ്രസ് അത് ന്യൂനപക്ഷങ്ങൾ തന്നെ തിരിച്ചറിയുകയും
അവരെ പുറന്തള്ളുകയും ചെയ്യുന്നുള്ളതാണ് ഈ ഇലക്ഷന് നമുക്ക് കാണാൻ പോകുന്ന ഒരു കാര്യം. അതിനു മുമ്പ് ഈ 30 വർഷമായിട്ടൊക്കെ എന്തെല്ലാം കള്ളത്തരങ്ങളാണ് പറയുന്നത്. 30 വർഷമായിട്ട് വെൽഫെയർ പാർട്ടി കേരളത്തിലുണ്ടോ? അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടി എന്ന് പറഞ്ഞൊരു പാർട്ടി ഏരോടി തുടങ്ങിയിട്ട് എത്ര നാളായി? അവർ പാർലമെൻ്ററി ജനാധിപത്യത്തിൽ വന്നിട്ട് എത്ര നാളായി? ഇതെടുത്ത് നമുക്ക് പരിശോധിക്കേണ്ട കാര്യമില്ല, നമുക്കറിയാവുന്നതല്ലേ. എന്നാണ് ഈ ജമാഅത്ത് ഇസ്ലാമി ഈ രീതിയിലൊരു ഫണ്ടമെൻ്റലിസ്റ്റ് ഔട്ട്ഫിറ്റായിട്ട് കേരളത്തിലേക്ക് കടന്നു തുടങ്ങിയത്? എന്തായിരുന്നു അവരെങ്ങനെയായിരുന്നു തുടങ്ങിയത്? മാധ്യമ പത്രം വഴി, മാധ്യമം വാരിക വഴി മതോദീസം ഇവിടെ നടപ്പിലാക്കുകയോ അങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടി ഏത് എക്സ്ട്രീം, അത് ഒരു നമ്മൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ അതൊരു സംഘപരിവാർ എങ്ങനെയാണോ ഫാസിസ്റ്റ് സമീപനം എടുക്കുന്നത്, മതരാഷ്ട്രവാദം പറയുന്നത്, ഹിന്ദു രാഷ്ട്രവാദം പറയുന്നത്, അതിൻ്റെ ഒരു മുസ്ലിം മുഖമാണ്, അതിൻ്റെ ഒരു ന്യൂനപക്ഷ മുഖമാണ് ജമാഅത്തെ ഇസ്ലാമി. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് അവരെ പ്രോത്സാഹിപ്പിക്കുക, ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും പരസ്പരം ശക്തിപ്പെടുത്തുന്നു എന്നുള്ളതിന് വേണ്ടിയിട്ട് വളമിട്ട് കൊടുക്കുകയാണ് കോൺഗ്രസ്. അവരെ പരസ്യമായി അംഗീകരിക്കുന്നതോട് ചെയ്യുന്നത്. അല്ലാതെ നിസ്സാരമായിട്ട് വളരെ നിഷ്കളങ്കമായിട്ട് പറയുന്നത് പോലെ ആര് വോട്ട് തന്നാലും സ്വീകരിക്കുമെന്ന് പറയുന്ന ഒരു ന്യായമല്ല. ഇവിടെ പരസ്യമായ രീതിയിൽ അവരുടെ വേദികളിൽ, കോൺഗ്രസിൻ്റെ വേദികളിൽ, ഒരു 100 വേദികളിലെ കാര്യം ഞാൻ എടുത്തു പറഞ്ഞുതരാം. കൃത്യമായ തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട്, ഓരോ സ്ഥലത്തെയും റെക്കോർഡിങ്സ് എൻ്റെ കയ്യിലുണ്ട്. ഞാൻ അത് വേണമെങ്കിൽ അങ്ങോട്ട് അയച്ചു തരാം. കൃത്യമായിട്ട് എവിടെയൊക്കെയാണ് ഇവർ UDFൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നതെന്നുള്ളത്. അത് ഈ പറഞ്ഞ കണക്കുള്ള പിന്തുണയല്ല, ഇത് അവർ മത്സരിക്കുകയാണ്, UDFൻ്റെ കാൻഡിഡേറ്റായിട്ട് മത്സരിക്കുകയാണ് കേരളത്തിൽ. അതാണ് കേരളം എന്ന് കാണുന്നത്. അത് അങ്ങുമുള്ള ഒരു ഇലക്ഷന് ശേഷമുള്ള ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എഗ്രിമെൻ്റ് ഒന്നും അല്ല. ഇത് ഇലക്ഷന് മുമ്പേ തന്നെ അവരുടെ കയ്യിൽ നിന്ന് അവർ നിരുപാധികമൊന്നും പിന്തുണ കൊടുക്കത്തില്ല. അവർ ഇതിനകത്തൂടെ മുസ്ലിം ലീഗിനെ നേരത്തെ ഇവർ ഹൈജാക്ക് ചെയ്ത് കഴിഞ്ഞു. മുസ്ലിം ലീഗിന് പോലും മിണ്ടാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കുകയാണ്. അതുകൊണ്ടാണ് ലീഗിന് പല സ്ഥലത്ത് ബെൻഡ് ചെയ്ത് കൊടുക്കേണ്ടി വരുന്നത്. ഇതാണ് കേരളം എന്ന് കാണുന്ന കാഴ്ച. അത് ജനങ്ങൾ തിരിച്ചറിയുക തന്നെ ചെയ്യും. മുമ്പ് ഇതുപോലുള്ള പല സമീപനങ്ങളും കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കൾ ചെയ്തിട്ടുണ്ട്. ഇന്ദിരാഗാന്ധി അടക്കമുള്ള ആളുകൾ എങ്ങനെയാണ് ഖലിസ്ഥാൻവാദികളെ സപ്പോർട്ട് ചെയ്യുകയും പിന്നീട് അത് തന്നെ അവർക്ക് തന്നെ കുരിശായി മാറുകയും ചെയ്തിട്ടുള്ള അവസ്ഥയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എങ്ങനെയാണ് രാമജന്മഭൂമി തർക്കത്തിൽ, അവിടെ അയോധ്യ രാമജന്മഭൂമി തർക്കത്തിൽ ബാബറി മസ്ജിദ് പൊളിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നരസിംഹറാവുവിൻ്റെ സമീപനങ്ങൾ, രാജീവ് ഗാന്ധി അത് തുറന്നു കൊടുത്ത സമീപനങ്ങൾ, ഇതെല്ലാം നമുക്കറിയാവുന്ന കാര്യമാണ്. അങ്ങനെ ഹിന്ദുത്വ, ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി ഇഷ്ടികകൾ കൊടുത്തുവിടുന്നു, പ്രിയങ്ക ഗാന്ധി അവിടെ ചെല്ലുന്നുണ്ട്, ഹിന്ദു വോട്ടുകൾക്ക് വേണ്ടി ശ്രമിക്കുന്നു. ഇതിനെല്ലാം ഉത്തരം പറയണം. അതുപോലെ ജമാഅത്തെ ഇസ്ലാമിയായിട്ട് ഇവർ കൂടുന്നതിനെക്കുറിച്ച് ഇവിടെ ഒന്ന് മത്സരിക്കുമ്പോഴും അവർ തുറന്നു പറയേണ്ടുന്ന കാര്യങ്ങളാണ്. ഇതെല്ലാം ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ആ മനസ്സിലാക്കുന്നത് കേരളത്തിൻ്റെ മതേതര ഫാബ്രിക് ആര് വിചാരിച്ചാലും നശിപ്പിക്കാൻ പറ്റത്തില്ല എന്നുള്ള ഒരു സമീപനത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതിനെ പിച്ച് ചീന്തുന്ന ഒരു സമീപനമാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നത്.